വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞെരിച്ച മഴ ഇപ്പോൾ ഒന്ന് മാറിയതേ ഉള്ളൂ. ഞാൻ തിരിച്ച് നമ്മുടെ സ്പോട്ടിൽ പോയി വണ്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ട്യൂട്ടോറിയൽ വീഡിയോസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്നുണ്ട്. അപ്പം വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ കമൻറ്റായിട്ടും പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു റഫ് മാച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് റഫ് മാച്ചിങ് എന്താണെന്നും പിന്നെ സ്മൂത്തായിട്ട് എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാമെന്നും പിന്നെ നമ്മുടെ ഗിയർ ബ്രേക്കിംഗ് അല്ലെങ്കിൽ എഞ്ചിൻ ബ്രേക്കിംഗ് എന്താണെന്നുള്ള കാര്യവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനൽ എടുത്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങളെല്ലാം ഗിയർ ലിവറിൽ ഈ ഒരു സ്പേസ് ആണ്, അതായത് ഗിയർ ലിവർ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാല് ഈ ഒരു ഗിയർ ലിവറിൻ്റെ അടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അതായത് ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് വയ്ക്കുക. ആ ഒരു പ്രഷർ കൊടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ത്രോട്ടിൽ ഡൗൺ ചെയ്ത് ഉടനെ തന്നെ ക്ലച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ആവും. അതായത് അത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എൻ്റെ ഗോപ്രോ അവിടെ മൗണ്ട് ചെയ്യേണ്ട സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ രീതിയിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രഷർ കൊടുത്ത് വെച്ചിരിക്കും. ആ ഒരു പ്രഷർ കൊടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഗിയർ മാറുന്ന സമയത്ത് ത്രോട്ടിൽ ഡൗൺ ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റായി വരും. അത് ഞാൻ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ ടിപ്പ് നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. ഈ റഫ് മാച്ചിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ച് കുറച്ചുകൂടെ ഒന്ന് പ്രോ റൈഡർ ആയതിനു ശേഷം മാത്രം നിങ്ങൾ പയ്യെ പ്രാക്ടീസ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പം റഫ് മാച്ചിങ് ടെക്നിക്കലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡിനെയും നമ്മുടെ ഗിയർ ട്രാൻസ്മിഷനെയും തമ്മിൽ സിങ്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റഫ് മാച്ചിങ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. നല്ലൊരു റോഡിൽ എത്തിയിട്ട് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് പോകാൻ സമയമായി ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോഡിൽ പോയിട്ട് ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഈ പറയാൻ പോകുന്നത് റഫ് മാച്ചിങ്. അപ്പം റഫ് മാച്ചിങ്ങിൻ്റെ ബേസിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ വണ്ടി ഒരു റഫ് മാച്ചിങ് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴത്തേനും മാക്സിമം പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടാമത്തെ ഗിയറിലോ മൂന്നാമത്തെ ഗിയറിലോ ഒന്നിട്ട് പഠിക്കാതിരിക്കുക. ഹയർ ഗിയേഴ്സിൽ നല്ല റോഡൊക്കെ കിട്ടുമ്പോൾ മാത്രം അത് ചെയ്ത് പഠിക്കുക. അതൊരു നാലാമത്തെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഗിയറിൽ മാത്രം ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ റഫ് മാച്ചിങ്. അപ്പം നിങ്ങളൊരു ഹയർ ഗിയറിൽ ഒരു 4-ോ 5-ാമത്തെ ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് റഫ് മാച്ചിങ് ഉപയോഗിച്ച് ഡൗൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ഇങ്ങനെ കറക്കുന്നതിനാണ് ബ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക, അതായത് ആ ഒരു റബ്ബിലോട്ട് എത്തിക്കുക. അതായത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഗിയർ ഡൗൺ ചെയ്യുമ്പോഴത്തേനും താഴോട്ടാണല്ലോ, അതായത് വണ്ടിയുടെ എഞ്ചിൻ്റെ പവർ കുറയാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു റബ്ബിലോട്ട് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് നേരെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് കഴിയുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ നമ്മൾ ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യും. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള ടേം. അതായത് ഒന്നുകൂടെ കേട്ടോ, നിങ്ങൾ ത്രോട്ടിൽ ജസ്റ്റ് ഒന്ന് ബ്ലിപ്പ് ചെയ്യുക. ആ ഒരു ബ്ലിപ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യുക. അപ്പം ഇതാണ് റഫ് മാച്ചിങ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നത് ചെയ്ത് കാണിച്ചു തരാം. നാലാമത്തെ ഗിയറിലാണ് വണ്ടി. എനിക്കിപ്പം തേർഡിലോട്ടാകുമ്പോൾ ഞാൻ കണ്ടില്ലേ, തേർഡിലോട്ടാക്കി ഞാനിപ്പോൾ. അതായത് ആ ഒരു ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യണം. ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ,
അപ്പം നിങ്ങൾ ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു റഫ് മാച്ചിങ് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം വേറെ ഒരു ആൾക്കാരെ വണ്ടിയൊക്കെ വാങ്ങിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റഫ് മാച്ചിങ് ഒക്കെ ചെയ്താണ് വണ്ടി ഗിയർ ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം ആ ഒരു വണ്ടി ഓടിക്കാൻ തരുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ഓക്കെയാണ്, ഇവന് നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാമെന്ന്. കാരണം ഇത് കുറച്ചൊന്ന് നല്ലപോലെ അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പയ്യെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എടുത്തതിന് ശേഷം മാത്രമേ എപ്പോഴും ചെയ്യുക. പിന്നെ ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഈ ഒരു റഫ് മാച്ചിങ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ടും വണ്ടിയുടെ ആ ഒരു ടോട്ടൽ ഫീല് വേറെയാണ്. പ്രത്യേകിച്ച് 250 വന്നിട്ട് ഭയങ്കര ഫീലാണ്. അതായത് ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ട് എക്സോസ്റ്റ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് വണ്ടി ഭയങ്കര അധികം സ്മൂത്തായിട്ട് ആ ഒരു ഡൗൺ ഷിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ചിലപ്പം ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഓക്ക്വേർഡ് ഫീലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ റഫ് മാച്ച് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ റഫ് മാച്ച് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ഈ ഒരു റഫ് മാച്ചിങ് സത്യം പറഞ്ഞ് ലോവർ ഗിയേഴ്സിന്, അതായത് സെക്കൻഡ് ഗിയർ ഫസ്റ്റ് ഗിയറിലൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. അത് എന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം റഫ് മാച്ചിങ്. ഓക്കെ, ഒരു വളവ് വരാൻ പോകണം, എനിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. ഉണ്ടല്ലേ, ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ ഇതാണ് പ്രശ്നം. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലിടുമ്പം ഭയങ്കരമായിട്ട് വണ്ടിയുടെ ആ ഒരു സ്പീഡ് അങ്ങ് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടില്ലേ, റഫ് മാച്ച് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ഇതാണ്. സെക്കൻഡ് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ക്ലച്ച് പിടിച്ച് റഫ് മാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലച്ച് പിടിച്ച് തന്നെ ഗിയർ ഡൗൺ ചെയ്യാം. ഓക്കെ, ഇതാണ് അപ്പം സെക്കൻഡ് നമ്മുടെ ടോപ്പിക്ക്, റഫ് മാച്ചിങ്. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗിയർ ബ്രേക്കിങ്ങിനെ പറ്റിയാണ്. ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ നോർമൽ ബ്രേക്സ് യൂസ് ചെയ്യാതെ ഗിയർ കൊണ്ടുള്ളൊരു ബ്രേക്കിംഗ്, ഗിയർ കൊണ്ടുള്ള ആ ഒരു നമ്മുടെ ആ ഒരു വണ്ടിയുടെ ഫ്രിക്ഷൻ, ഗിയറിൻ്റെ ബ്രേക്കിംഗ് കൊണ്ട്, ഗിയറിൻ്റെ പവർ കൊണ്ട് നമ്മൾ നിർത്താൻ പറ്റില്ല, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗിയർ ബ്രേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പം അത്യാവശ്യം ഇതും കുറച്ച് പ്രോ ആയിട്ടുള്ള ആൾക്കാർക്കുള്ളൊരു റൈഡിങ് ടിപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചെടുക്കേണ്ട ഒരു ടിപ്പാണ്. ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബ്രേക്കിലൊന്നും കൈ വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഗിയറിൽ മാത്രം വണ്ടി ഒന്ന് സ്ലോ ആക്കി എടുത്തില്ലേ, കണ്ടില്ലേ? ഇതാണ് ഗിയർ ബ്രേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗിയറിൽ വണ്ടി സ്ലോ ആക്കി എടുക്കുക. ബ്രേക്കിങ്ങിന് പകരം, ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഗിയർ പിടിച്ച് വണ്ടി ബ്രേക്ക് ചെയ്യുക. അത് എപ്പോഴും സാധ്യമല്ല. നമുക്ക് അതിന് ഓരോ സിറ്റുവേഷൻസും ഉണ്ട്. അതാണ് നിങ്ങൾ പയ്യെ ഇത് പഠിച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അത് കുറച്ചുകൂടെ എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇറക്കത്തിൽ വെച്ചിട്ട് ഗിയർ ബ്രേക്ക് ചെയ്ത് എങ്ങനെ ഇറങ്ങിപ്പോകാന്നുള്ള കാര്യം ഒരു ഇറക്കത്തിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പം ഒരു ഇറക്കത്തിൻ്റെ അവിടെ എത്താറാവും. അപ്പം ആ ഇറക്കം മുഴുവൻ ഞാൻ ഗിയർ ബ്രേക്കിംഗ് ചെയ്തായിരിക്കും ഇറക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ വണ്ടി 3rd ഗിയറിൽ ഞാൻ 4th ഗിയർ ആക്കി. ഓക്കെ, ഇപ്പം അറ്റ് പ്രസൻ്റ്ലി ഞാൻ ബ്രേക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല, ബ്രേക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, 4th ഗിയറിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3rd കാണിച്ചു തരാം. ഓ ഷിറ്റ്, ഇങ്ങനത്തുള്ള സിറ്റുവേഷനിലൊക്കെ ബ്രേക്ക് പിടിക്കേണ്ടി വരും ഗൈസ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി സെക്കൻഡിലാക്കി. അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ കയറി വരുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ബ്രേക്ക് പിടിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ടെക്നിക്ക്. വണ്ടിയുടെ ഒരു അത്യാവശ്യം നല്ലൊരു ഇറക്കമാണ്. 2nd ഗിയറിൽ നല്ല കൺട്രോൾഡായിട്ട് ഇറങ്ങി പോകുന്ന കണ്ടില്ലേ. ഇതിനാണ് ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ ഗിയർ ബ്രേക്കിംഗ്. നിങ്ങൾക്കത് സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഗിയർ ബ്രേക്കിംഗ് ഉപയോഗിക്കാൻ. ഇതേപോലെ ഇപ്പം കറക്റ്റായിട്ടാണ് ആ ഒരു കാറ് കയറി വന്നത്. അങ്ങനത്തെയൊക്കെ ഒരു ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ വരുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കണം. നിങ്ങൾക്ക് ഈ 3 ടിപ്പും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇൻസ്റ്റയിൽ കയറി വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഡൗട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തടുത്ത വീഡിയോസിലായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഗൈസ് നമ്മുടെ വണ്ടി എടുത്തിട്ട് ഒരു 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ വണ്ടിയുടെ എക്സ്പീരിയൻസ് റിവ്യൂ ഒരു 3 ഇയർ എക്സ്പീരിയൻസ് റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഉടനെ ഇടുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ മിക്കവാറും അതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണണം തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നത് സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.